ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ പുതിയ സിലബസ് അനുസരിച്ചുള്ള മാത്തമാറ്റിക്സിൻ്റെ ടോപ്പിക്സ് ആണ്. 4th ചാപ്റ്റർ ആണ്. അതിലെ അവസാനത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, 4 ക്വസ്റ്റ്യൻസ് അവസാനമുണ്ട്. അപ്പോൾ സെക്ഷനിലെ ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ സെക്ഷൻ റിലേറ്റ് ചെയ്യുന്നത്, ആദ്യത്തെ സെക്ഷനുകൾ സമ്മ്, പ്രൊഡക്റ്റ് ഓഫ് സം ആയിരുന്നു, തുകകളുടെ ഗുണനമായിരുന്നു. അടുത്ത സെക്ഷനിൽ വന്നപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ഡിഫറൻസസ് ആയിരുന്നു, അതായത് വ്യത്യാസങ്ങളുടെ ഗുണനമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തുകയും വ്യത്യാസവും തമ്മിൽ ഗുണിച്ചാൽ, ഓക്കെ, രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മും ഡിഫറൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും, അതിനെക്കുറിച്ചുള്ള ആ കോൺസെപ്റ്റ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സോ നോക്കാം. ഇതിൽ കഴിഞ്ഞ വീഡിയോസിൽ നമ്മളതിൻ്റെ കോൺസെപ്റ്റ് ക്ലാസ്സുകളാണ് എടുത്തത്, 2 വീഡിയോസിലായിട്ട്. നമുക്ക് അതിൻ്റെ പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് 713 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 8. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 713ഉം വ്യത്യാസം 8ഉം ആണ്. ദെൻ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് ദ സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1? വലിയ സംഖ്യയോട് 1 കൂട്ടിയതും ചെറിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ചതും തമ്മിലുള്ള ഗുണനഫലം എന്താണ്? ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്നാൽ 2 നമ്പേഴ്സ് ഉണ്ട്. അതിൽ 2 നമ്പേഴ്സിൽ എന്തായിരിക്കും? ഒരെണ്ണം വലുതോ ഒരെണ്ണം ചെറുതുമായിരിക്കും. ആ വലിയ സംഖ്യയിൽ എന്താണ്? ഓക്കെ, ആ സംഖ്യകളുടെ പ്രോഡക്റ്റ് ഗുണനഫലം തന്നിട്ടുണ്ട് 713. അവ തമ്മിലുള്ള ഡിഫറൻസ്, ആ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വലിയ സംഖ്യയോട് 1 കൂട്ടിയാൽ, 1 കൂട്ടിയിട്ട് ചെറിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ചിട്ട് എന്ത് ചെയ്യണം? അതിലെ ഗുണനഫലം എന്താണെന്ന്, പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കേണ്ടത് 2 സംഖ്യകളാണ്, അല്ലേ? 2 നമ്പേഴ്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ 2 നമ്പേഴ്സ് നമ്മൾ എങ്ങനെ എടുക്കും? സോ എല്ലാത്തിലും എടുക്കുന്ന പോലെ എന്താണ്? എക്സും വൈയും തന്നെ എടുക്കുക, അല്ലേ? എല്ലാത്തിലും എടുക്കുന്ന പോലെ എക്സും വൈയും എടുക്കാം. സോ ഫസ്റ്റ് ലെറ്റ് എക്സ് കോമ വൈ ബി ദ നമ്പേഴ്സ്. എക്സ് കോമ വൈ എന്താണ്? ആ നമ്പേഴ്സ് ആയിട്ട് എടുക്കുക. എക്സ് കോമ വൈ എടുത്തിട്ട് നമുക്കിതിൽ ഫിക്സ് ചെയ്യാം, ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് നമുക്ക് എടുക്കാം. ഇതിൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ എന്നിരിക്കട്ടെ. ഓക്കെ, എക്സ് വൈയേക്കാൾ വലുതാണെന്ന് എടുക്കാം നമുക്ക്. ഓക്കെ, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവർ പറയുന്ന അനുസരിച്ച് എന്താ എഴുതാൻ പറ്റുക? ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, ദാറ്റ് ഈസ് എക്സ് വൈ ഈക്വൽ ടു 713, 713. ഇത് അവർ പറയുന്ന കേസാണ്. അടുത്ത് എന്താ പറയുന്നവര്? ഇവ തമ്മിലുള്ള ഡിഫറൻസ്, എക്സ് ആണ് വലുതല്ലേ? സോ എക്സ് മൈനസ് വൈ ഈക്വൽ ടു എത്ര? 8. ഇത് രണ്ടും ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നതാണ്. 2 നമ്പേഴ്സ്, അതിന്റെ പ്രൊഡക്റ്റ് 713, അവ തമ്മിലുള്ള ഡിഫറൻസ് 8. ദെൻ അടുത്തവർ പറയുന്നത് എന്താ? അതിന്റെ വലിയ സംഖ്യയോട് 1 കൂട്ടിയതും ചെറിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ചതും തമ്മിലുള്ള ഗുണനഫലം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വലിയ സംഖ്യ ഏതാണ്? എക്സ് എന്ന് നമ്മൾ എടുത്ത്, അല്ലേ? അപ്പോൾ എക്സിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? 1 ആഡ് ചെയ്യാം, എക്സ് പ്ലസ് 1 ഇൻറ്റു ചെറിയ സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കണം, എന്താണ്? എക്സ് മൈനസ് 1. സോ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ കഴിഞ്ഞ സെക്ഷനിലൊക്കെ പഠിച്ചാണ്. 2 സംഖ്യകൾ എടുക്കുക, അതിൽ വലിയ സംഖ്യയോട് 1 കൂട്ടി ചെറിയ സംഖ്യയോട് 1 കുറച്ച്, വലിയ സംഖ്യ കൂട്ടുകയും ചെറിയ സംഖ്യ കുറയ്ക്കുകയും ചെയ്തിട്ട് അവ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണനഫലം എന്തായിരിക്കും? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ആ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ കാൾ ചെറുതായിരിക്കും. ഓക്കെ, ഇത് വൈ ആണ്, പ്രൊഡക്റ്റിനേക്കാൾ ചെറുതായിരിക്കും. അതായത് ഇവിടെ എന്താണ്? വലുത് കൂട്ടി ചെറുത് കുറച്ചു, അല്ലേ? ഇനി ചെറുത് കൂട്ടിയിട്ട് വലുത് കുറച്ചാൽ എന്ത് സംഭവിക്കും? കിട്ടുന്ന പ്രോഡക്റ്റ്, കിട്ടുന്ന ഗുണനഫലം എന്തായിരിക്കും? ശരിക്കുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിനേക്കാൾ വലുതായിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെച്ചേക്കുക. ഇന്ന് നമുക്ക് ഈ പ്രോഡക്റ്റ് നോക്കാം. വലുത് എന്ത് ചെയ്തു? 1 കൂട്ടി ചെറുതിനെ 1 കുറച്ചു, അതല്ലേ പറയുന്നത്? ചെറുത് കുറയ്ക്കുക, ഡിക്രീസ് ചെയ്യണം, സ്മോൾ നമ്പർ ഡിക്രീസ് ചെയ്യണം, ലാർജർ നമ്പർ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. സോ ഇനി ഇതിന്റെ പ്രോഡക്റ്റ് നോക്കാം. ഇതിന്റെ പ്രോഡക്റ്റ് എങ്ങനെ എഴുതും? നമുക്കറിയാം, ഓരോ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്, അപ്പോൾ സൈനും കൂടെ ശ്രദ്ധിച്ചോണം. സോ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ, എക്സ് ഇൻറ്റു മൈനസ് 1 പ്ലസ് ഇൻറ്റു മൈനസ് ഇസ് മൈനസ്, സൈൻ ഡിഫറൻ്റ് ആണ്, സോ ഇറ്റ് ഇസ് മൈനസ്, മൈനസ് എക്സ്. ദെൻ 1 ഇൻറ്റു വൈ പ്ലസ് വൈ, 1 ഇൻറ്റു മൈനസ് 1 പ്ലസും മൈനസും ആണ്, സോ മൈനസ് 1. സോ അവരെന്തൊക്കെ തന്നിട്ടുണ്ട്? ഓക്കെ, ഇനി ഇവിടെ കിടക്കുന്നുണ്ടോ? അവർ തന്നിട്ടുള്ള എക്സ് വൈ നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ എക്സ് മൈനസ് വൈക്ക് വരെ മൈനസ് എക്സ് പ്ലസ് വൈ കിടക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ആണ്. അപ്പോൾ ഈ പ്ലസിൽ നിന്ന് ഒരു മൈനസ് നമുക്ക് പുറത്തെടുത്താൽ ബാക്കി നമുക്ക് ഇവിടെ എന്തുണ്ടാവും? ഒരു മൈനസ് ഉണ്ടാവും. അതായത് -1 ആണ് നമ്മൾ എടുക്കുക. മൈനസ് എക്സ് മീൻസ് -1 ഇൻറ്റു എക്സ് ആണ്. മൈനസ് എക്സ്, ഈ ഒരു കോൺസെപ്റ്റ് കൂടെ മനസ്സിലായി. മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്?
-1 ഇൻറ്റു എക്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു കേസും. അതുപോലെ ഈ പ്ലസ് എന്ന് നമുക്ക് എങ്ങനെ വരാം? -1 ഇൻറ്റു -1 എന്താണ്? +1. ആ ഒരു കോൺസെപ്റ്റ്, ഈ രണ്ട് കോൺസെപ്റ്റും വെച്ചിട്ട് ഇത് നമുക്കൊരു കോമൺ ആയിട്ടൊരു മൈനസ് പുറത്തെടുക്കാം. എങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് ഐഡിയ ക്ലിയർ ആയിക്കോളും. സോ XY മൈനസ് ഞാനിവിടെ പുറത്തെടുത്തിട്ട് ബ്രാക്കറ്റിൽ -x-ന്ന് -1 നമ്മൾ എടുക്കുമ്പോൾ എന്താവും? അത് എക്സ് മാത്രമാവും. അടുത്ത് +y എന്നൊരു മൈനസ് എടുത്താൽ, ഞാൻ പറഞ്ഞു മൈനസ് ഇൻറ്റു മൈനസ് ആണ് പ്ലസ്, സോ അവിടെ എന്താവും? പ്ലസ് എന്താവും? മൈനസ് ആവും. ഓക്കെ, പിന്നെ -1. സോ വിച്ച് ഈസ് ഈക്വൽ ടു, അതായത് അകത്തോട്ട് മൾട്ടിപ്ലൈ നോക്കൂ, മൈനസ് ഇൻറ്റു പ്ലസ് എക്സ്, -x നമുക്ക് കിട്ടും അല്ലേ. ഇനി മൈനസ് ഇൻറ്റു -y എന്ത് കിട്ടും? +y കിട്ടും. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ശ്രദ്ധിച്ചു പോകണം കേട്ടോ. സോ XYയുടെ വാല്യൂ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 713. സോ 713 മൈനസ് x മൈനസ് വൈയുടെ വാല്യൂ എന്താണ്? 8 -1. സോ 713 -8 -1. 713 -8 -1 എന്ത് വരും? 704. 704 എന്ന് നോക്കിയിട്ട് അല്ലേ. അത് 713 -9 വരിക. സോ 713 -9 എന്താണ്? 704 ആണ്, 704 ആണ്. സോ ഇതിന്റെ ആൻസർ എന്താണ്? വലിയ സംഖ്യയോട് വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1? 704 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ലാർജർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1 ആൻഡ് ദ സ്മോളർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1? വലിയ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചതും ചെറിയ സംഖ്യയോട് ഒന്ന് കൂട്ടിയതും തമ്മിലുള്ള ഡിഫറൻസ്, ഗുണനഫലം എന്താണ്? ഇപ്പം നമ്മൾ ചെയ്തതിൽ നേരെ തിരിച്ച് നമ്മൾ വലിയ സംഖ്യ എന്താ എടുത്തത്? എക്സ്. നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം അല്ലേ. ഇനി ചെറിയ സംഖ്യ എന്താ എടുത്തത്? വൈ. അതിൽ നിന്ന് എന്ത് ചെയ്യണം? കൂട്ടണം. ശരി, ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. രണ്ട് നമ്പേഴ്സ് എക്സ് വൈ, അതിന്റെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് എന്താണ്? 713. അപ്പോൾ വലിയ സംഖ്യ കുറച്ച് ചെറിയ സംഖ്യ കൂട്ടിയാൽ കിട്ടുന്നത് പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിനേക്കാൾ വലുതും, ഇനി വലിയ സംഖ്യ കൂട്ടി ചെറിയ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇതിനേക്കാൾ ചെറുതുമായിരിക്കും അല്ലേ. അതല്ലേ ഇപ്പോൾ ചെയ്ത്? വലിയ സംഖ്യ കൂട്ടി ചെറിയ സംഖ്യ കുറച്ചു, അപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് എന്താണ്? ഈ 713 ചെറുതാണ്. ഇനി എന്താണ്? വലിയ സംഖ്യ കുറയ്ക്കുകയും ചെറിയ സംഖ്യ കൂട്ടുകയും ചെയ്യും, അപ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? 713 വലിയൊരു നമ്പർ ആയിരിക്കണം കേട്ടോ. അതങ്ങനെയാണോ നമുക്ക് ചെക്ക് ചെയ്യാം ഇതിൽ കൂടെ. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. x ഇൻറ്റു വൈ എക്സ് വൈ, x ഇൻറ്റു വൈ എക്സ് വൈ, ദെൻ x ഇൻറ്റു +1 പ്ലസ് എക്സ്. ഇനി -1 ഇൻറ്റു വൈ മൈനസ് വൈ, -1 ഇൻറ്റു 1 -1. സോ ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യോ. എക്സ് വൈയുടെ വാല്യൂ എന്താണ്? അത് എക്സ് വൈയും എക്സ് മൈനസ് വൈ എല്ലാം എവിടെയുണ്ട്? എക്സ് വൈ 713, എക്സ് മൈനസ് വൈ ഈസ് 8. സോ 713 plus 8, x minus y is 8 minus 1. So it is 713 plus 7 ആണ്. 713 plus 7 കിട്ടും. സോ എന്ത് വരും? 720. 720 ആണ് നമുക്ക് ആൻസർ വരിക. സോ വാട്ട് ഇസ് ദ ആൻസർ? 720. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ത് കിട്ടി? 720 എന്ന് കിട്ടി. നോക്കൂ, 720 നേരത്തെ കിട്ടിയ 713 വലുതല്ലേ? 713 വലുതാണ്. 730 എക്സ് വൈയുടെ പ്രോഡക്റ്റ് ആണ്. ഇതിൽ ചെറിയ നമ്പർ കൂട്ടുകയും വലിയ നമ്പർ കുറയ്ക്കുകയും ചെയ്തപ്പോൾ എന്ത് കിട്ടി? കിട്ടിയ പ്രോഡക്റ്റ് വലുതായിട്ടാണ് കിട്ടിയത്. സോ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 5 more than the product of larger of the number increased by 1 and the smaller decreased by 1. How much is the increase in the product if the larger is decreased by 1 and the smaller increased by 1? രണ്ട് സംഖ്യകളിൽ വലുതിനോട് ഒന്ന് കൂട്ടിയതും ചെറുതിൽ നിന്ന് ഒന്ന് കുറച്ചതും തമ്മിലുള്ള ഗുണനഫലം സംഖ്യകളുടെ ഗുണനഫലത്തേക്കാൾ 5 കുറവാണ്. ഇനി വലുതിൽ നിന്ന് ഒന്ന് കുറച്ച് ചെറുതിനോടൊന്ന് കൂട്ടി ഗുണിച്ചാൽ ഗുണനഫലം സംഖ്യകളുടെ ഗുണനഫലത്തേക്കാൾ എത്ര കൂടും? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, രണ്ട് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ട് വലുത് ഒന്ന് കുറയ്ക്കുകയും ചെറുതൊന്ന് കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യും? കൂടും. ഇനി വലുതൊന്ന് കൂട്ടുകയും ചെറുതൊന്ന് കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യും? കുറയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുത്തു. ആ പ്രൊഡക്റ്റ് എടുത്തിട്ട് രണ്ട് നമ്പേഴ്സ് എടുത്തു. അതിൽ വലുതിന്റെ കൂടെ ഒന്ന് കൂട്ടി ചെറുതിന് ഒന്ന് കുറച്ചപ്പോൾ കിട്ടിയ എന്താണ്? ശരിക്കുള്ള പ്രോഡക്റ്റിനേക്കാൾ 5 കുറവാണ് കിട്ടിയത്. 5 ലെസ് ആണ്. ടു നമ്പേഴ്സ് ഈസ് 5 more. ഓക്കെ, ഇവിടെ എന്താ ചെയ്തത്? ആദ്യം ചെയ്തത് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1. ഓക്കെ, ലാർജർ നമ്പർ ഇൻക്രീസ് ചെയ്തു. വലിയ സംഖ്യ കൂട്ടുകയും ഒന്ന് കൂട്ടുകയും
ചെറിയ സംഖ്യ ഒന്ന് കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? കിട്ടിയ എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഇസ് 5 മോർ ദാൻ ദ പ്രൊഡക്റ്റ് ഓഫ് 5 കൂടുതലായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഈ കണക്ക് എന്താണ് നേരത്തെ ചെയ്ത പോലെ ഫോർമുലേറ്റ് ചെയ്യാം. ഫോർമുലേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഐഡിയ ഉണ്ടാക്കാം. അപ്പോൾ രണ്ട് നമ്പേഴ്സ് എടുക്കുക, എക്സ് കോമ വൈ. എക്സ് കോമ വൈ ആണ് രണ്ട് നമ്പേഴ്സ്. ഇത് നമ്മൾ നേരത്തെ എടുത്ത പോലെ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് എടുക്കുക. എക്സ് എന്താണ്? വൈയേക്കാൾ കൂടുതലാണെന്നുള്ള കോൺസെപ്റ്റിൽ എടുത്തിട്ട് ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ദ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 5 മോർ ദാൻ ദ പ്രോഡക്റ്റ് ഓഫ് the larger of the number increased by 1 and the smaller decreased by 1. അതായത് x plus 1 into x, sorry, numbers x ഉം y അല്ലേ എടുത്തേ. That is x plus 1 into y minus 1. The product of two numbers is 5 more than the product of the larger of the number increased by 1 and the smaller decreased by 1. അപ്പോൾ എന്താണ്? എക്സ് വൈ മൈനസ് 5. മനസ്സിലായോ ഇത് എഴുതി എങ്ങനെയാണെന്ന്? ദ പ്രൊഡക്റ്റ് രണ്ട് സംഖ്യകളിൽ വലുതിനോട് ഒന്ന് കൂട്ടിയതും ചെറുതിന് ഒന്ന് കുറച്ചതും തമ്മിലുള്ള ഗുണനഫലം സംഖ്യകളുടെ ഗുണനഫലത്തേക്കാൾ 5 കുറവാണ്. എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദിസ്. ഇതിന്റെ പ്രോഡക്റ്റ് എന്താണ്? ഇതിന്റെ പ്രോഡക്റ്റിനോട് 5 കൂട്ടിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 5 മോർ ദാൻ the product of larger of the numbers increased by 1 and the smaller decreased by 1. അപ്പോൾ എന്താണ്? ലാർജർ നമ്പർ 1 കൂട്ടി സ്മോളർ നമ്പർ 1 കുറച്ചപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരുന്നു? ശരിക്കുള്ളതിനേക്കാൾ 5 കൂടുതലായിരുന്നു. അതായത് ശരിക്കുള്ള പ്രോഡക്റ്റ് എങ്ങനെ കിട്ടും? അതായത് ഈ 1 കൂട്ടി 1 കുറച്ചതിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ കിട്ടും? ശരിക്കുള്ള പ്രോഡക്റ്റിൽ നിന്ന് 5 കുറയ്ക്കണം കേട്ടോ. ശരിക്കുള്ള പ്രോഡക്റ്റാണ് ഇവിടെ വലുത്, 5 കുറയ്ക്കണം. അപ്പോൾ ഇതിന് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഇതിൽ വലിയ നമ്പർ ഒന്നും എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഹൗ മച്ച് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ പ്രോഡക്റ്റ് ഇഫ് ലാർജർ ഈസ് ഡിക്രീസ്ഡ്? വലുത് എന്ത് ചെയ്യണം? വലുതൊന്ന് കുറയ്ക്കണം, ഡിക്രീസ്ഡ് ബൈ 1, ആൻഡ് സ്മോളർ ഇൻക്രീസ്ഡ് ബൈ 1. ചെറുത് എന്ത് ചെയ്യണം? ഒന്ന് കൂട്ടണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ എക്സ്പാൻഷൻ നോക്കാം. സോ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1 എന്താണ്? എക്സ് വൈ അല്ലേ? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ. എക്സ് വൈ, എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ്, 1 ഇൻറ്റു വൈ പ്ലസ് വൈ, 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1 അല്ലേ? ഈക്വൽ ടു എക്സ് വൈ മൈനസ് 5 ആണ് വരിക. സോ ഞാൻ നേരത്തെ പറഞ്ഞു ദിസ് ഈസ് എക്സ് വൈ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് എക്സ് മൈനസ് വൈ നമുക്ക് എഴുതാം. ഈക്വൽ ടു എക്സ് വൈ മൈനസ് 5. ഈ മൈനസ് 1 എന്ത് ചെയ്യുന്നു? ഈ മൈനസ് 1 നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അതിപ്പോൾ എന്താവും? പ്ലസ് 1 ആവും. സോ ഇതെങ്ങനെ മാറും? ഈ ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുവാണ്. ദാറ്റ് ഈസ് എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു എക്സ് വൈ മൈനസ് 4. സോ ഇവിടെ രണ്ട് സൈഡിൽ എക്സ് വൈ ഉണ്ടല്ലേ? എക്സ് വൈ ഒരേപോലെ ആഡ് ചെയ്തിരിക്കുകയാണ്. സോ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. എക്സ് വൈ ഒരേപോലെ ആഡ് ചെയ്ത് എക്സ് വൈസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ഈക്വൽ ടു സൈഡിന് രണ്ട് വശവും ഒരേപോലുള്ള ഓപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഇറ്റ് ഈസ് മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 4. അപ്പോൾ മൈനസ് മൈനസ് ക്യാൻസൽ ആവും. സോ നൗ വാട്ട് വിൽ ഗെറ്റ്? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്ന് കിട്ടും. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. ദിസ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുക. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? എക്സ് മൈനസ് 1ഉം വൈ പ്ലസ് 1ഉം കണ്ടുപിടിക്കണം. എക്സ് മൈനസ് 1ഉം വൈ പ്ലസ് 1. സോ വാട്ട് ഈസ് എക്സ് മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു പ്ലസ് 1 പ്ലസ് എക്സ്, മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് വൈ, minus 1 into plus 1 minus 1. Okay, so it is xy plus x minus y minus 1 അല്ലേ? ആ ഒരു ഫോർമുലയിൽ കിടക്കുന്നത്. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് വൈ? എക്സ് വൈ നമുക്കിവിടെ വേണോ? വേണ്ട. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ ഗുണനഫലത്തേക്കാൾ എത്ര കൂടുമെന്നാണല്ലേ? പ്രോഡക്റ്റിനേക്കാൾ എത്ര കൂടുമെന്നാണ്. അത് മാത്രം നമുക്ക് മതി. സോ എക്സ് വൈയുടെ വാല്യൂ നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. പകരം എക്സ് മൈനസ് വൈയുടെ വാല്യൂ ആണ്. എക്സ് മൈനസ് വൈയുടെ വാല്യൂ എത്രയാ? 4. സോ അതിനെ ഇവിടെ കൊടുക്കുക. എക്സ് വൈ പ്ലസ് 4 മൈനസ് 1. സോ ഇറ്റ് ഈസ് എക്സ് വൈ പ്ലസ് 3. അപ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഇൻക്രീസ്ഡ് ബൈ 3. 3 എന്താവും? ഇൻക്രീസ് ആവും അല്ലേ? അപ്പോൾ വലിയ സംഖ്യ ഒന്ന് കുറച്ച് ചെറിയ സംഖ്യ ഒന്ന് കൂട്ടിയാൽ പ്രോഡക്റ്റ് എന്താവും? ശരിക്കുള്ള പ്രോഡക്റ്റിനേക്കാൾ, ശരിക്കുള്ള ഗുണനഫലത്തേക്കാൾ 3 കൂടും കേട്ടോ. ശരിക്കുള്ള ഗുണനഫലത്തേക്കാൾ 3 കൂടും. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്.
സോ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു 2 ക്വസ്റ്റ്യൻസും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്